ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിൽ നമ്മുടെ ജെൻഡർ റിസോഴ്സ് സെൻറ്റർ കൗൺസിലർ ഹാജറാത്ത ഉണ്ട്, അതുപോലെ തന്നെ CDSന്റെ ചെയർപേഴ്സൺ ഷബന ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രധാന അജണ്ട നമ്മുടെ 2025-26 വാർഷിക പദ്ധതിയിൽ വന്ന വർക്കിംഗ് ഗ്രൂപ്പ് തീരുമാനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ പ്രധാന ചർച്ച. അങ്ങനെയാണെങ്കിൽ നമുക്ക് വനിതാ ഘടക പദ്ധതിയിൽ വിധവകൾക്ക് വേണ്ടിയിട്ട് ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പ്രൊജക്ടുകൾ ചെയ്തുകൂടെ? പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മളുടെ മെമ്പർ പറഞ്ഞു വനിതാ ഘടക പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ട് വിധവകൾക്ക് വേണ്ടി എന്തെങ്കിലും വരുമാന മാർഗം. പക്ഷെ എൻ്റെ അഭിപ്രായം, കമ്മ്യൂണിറ്റി കൗൺസിലർ എന്നുള്ള എൻ്റെ അഭിപ്രായം, നമ്മളെപ്പോഴും എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. പക്ഷെ ഇവരെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ഈ ആളുകൾ, അതായത് വിഡോസ് എന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, അവിടെ എപ്പോഴും നമ്മൾ അവർക്കൊരു വരുമാന മാർഗം കണ്ടെത്തുന്നതിലേറെ നമ്മൾ ചെയ്യേണ്ടത് സമൂഹത്തിൽ അവരുടെ പദവി ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ട്, മറ്റു സ്ത്രീകളോടൊപ്പം അവരെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പരിപാടിയല്ലേ? നിങ്ങളൊക്കെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ, ഒറ്റപ്പെടുത്തലുകളും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളുടെ വിഡോസ് എന്ന് പറയുന്ന സമൂഹത്തിൽ. അപ്പോൾ കൗൺസിലറിനുള്ള എനിക്ക് പറയാനുള്ളത്, വിധവകൾക്ക് വരുമാന മാർഗമല്ല, സൊസൈറ്റിയിൽ നമുക്കൊക്കെ അറിയാലോ, എപ്പോഴും സൊസൈറ്റിയിൽ അവരെ വേറൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് കാണുന്നത്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് മാറ്റിയിട്ട് ഒരു സാധാരണ സ്ത്രീകളെ പോലെ ഒരു വിധവയും അങ്ങനെ ഒരു പദവിയിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്, അല്ലാതെ വരുമാന മാർഗത്തിൽ മാറ്റാനില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്നുള്ളത്. അതാണ് ഇവിടെ ചർച്ച. നല്ലൊരു സാമൂഹിക പദ്ധതിയാണ് അല്ലേ? അതെ, കൗൺസിലർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പദ്ധതി നടപ്പാക്കാവുന്നതല്ലേ ഉള്ളൂ സെക്രട്ടറി? നമുക്ക് വേണമെങ്കിൽ ഒരു നൂതന പദ്ധതിയെ ശ്രമിച്ചാലോ? ഓക്കെ. അല്ല, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, കൗൺസിലറെ GRCയിൽ നമ്മൾ വിധവകളുടെ നമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പ്രസിഡന്റ് കൊടുക്കും. എന്നാ പിന്നെ ഈ പദ്ധതിയുമായി നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ? എന്താ പ്രസിഡന്റ്, നമുക്ക് ലിസ്റ്റിലുള്ള ഓരോരുത്തരും വിളിച്ചു നോക്കാം അല്ലേ? ഹലോ, വിനീതല്ലേ? ഞാൻ കോടൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ വിധവകൾക്ക് വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി വിളിച്ചതാണ്. ഇല്ല പ്രസിഡന്റ്, എനിക്ക് വരാൻ കഴിയില്ല. എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഞാനിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലല്ല, എൻ്റെ വീട്ടിലാണ് താമസം. എനിക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാരെ അനുമതി വേണം. അവരോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റൂല. എൻ്റെ ഭർത്താവിൻ്റെ 3 അനിയന്മാരാണ്. എന്ത് കാര്യം ചെയ്യണമെങ്കിലും 3 അനിയന്മാരെ അനുമതി വാങ്ങണം. ഒരിക്കൽ തന്നെ ഒരു കാര്യത്തിന് വേണ്ടി ഒരാളോടായിട്ട് ചോദിച്ചപ്പോൾ ഓനും ഇനിയും ചേർത്ത് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി. എന്ത് കാര്യത്തിനും 3 ആളെ അനുമതി വേണം. 3 ആളോടായിട്ട് ചോദിച്ചാലും ഒരു തീരുമാനത്തിലാവൂല്ല. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. എന്തിനാ പ്രസിഡന്റ് ഉള്ള മനസ്സമാധാനം കളയുന്നത്? ഞാൻ ഒന്നിനുമില്ല. ഇതെല്ലാം എൻ്റെ വിധി നോർത്ത് ഞാൻ ഇങ്ങനെ ഇവിടെ കഴിഞ്ഞോളാം. ഇനി ഒന്നിനും വിളിക്കേണ്ട പ്രസിഡന്റ്, സോറി. നമുക്ക് രണ്ടാമത്തെ ആൾക്കൊന്ന് വിളിച്ചു നോക്കാം അല്ലേ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം അല്ലേ? അതെ പ്രസിഡന്റ്, അതാ നല്ലത്. റംലയെ വിളിക്കാം അല്ലേ? യെസ്.
ഏട്ടാ ഇതല്ലേ ആ രേഷ്മന്റെ വീട്? ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ച. അതെ, ഇത് തന്നെയാണോ വീട്? അവിടെ ഇല്ലല്ലോ, അവിടെ പോയി. പുറത്തെവിടെയും പോയതായിരിക്കും. ആ, ഭർത്താവ് ഇല്ലാത്തല്ലേ, എവിടെ എങ്ങോട്ടാ പോയതെന്ന് ആർക്കറിയാം. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായല്ലോ സാബ്രാക്ക്. നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ കൊണ്ടുവരുന്നത്. പ്രസിഡന്റേ, നീ ലിസ്റ്റിൽ എത്ര പേര് ഇനി ബാക്കിയുണ്ട് വിളിക്കാൻ? ലിസ്റ്റിലുള്ള ഏറെക്കുറെ പേരൊക്കെ നമ്മൾ വിളിച്ചു. കുറേ പേരെയൊക്കെ നമ്മൾ വീട്ടിൽ പോയി കണ്ടു ചെയ്തു. ഇനി കുറച്ച് പേരെയും കൂടി വിളിക്കാനുണ്ട്. ആവശ്യമൊന്ന് വിളിക്കാം അല്ലേ? ഹലോ, ആശയല്ലേ? പ്രസിഡന്റ്, നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. ഞങ്ങളെ പോലുള്ള വിധവകൾക്ക് വേണ്ടിയിട്ടും സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ. പ്രസിഡന്റ് അറിയോ, ഒരു വിധവ ആയതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ. അദ്ദേഹത്തിൻ്റെ മരണം പോലും എൻ്റെ തലയിൽ ചാർത്തി വെച്ചിരിക്കുകയാണ് ബന്ധുക്കളെല്ലാവരും. ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടില്ല. ആ എന്നെക്കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പറയണം. സഹിച്ച് മടുത്ത പ്രസിഡന്റ്. എൻ്റെ കാൽദോഷം കൊണ്ടാണ് അത്രേ അദ്ദേഹം നേരത്തെ മരിച്ചത്. ഒരു വാക്ക് കൊണ്ട് പോലും ഞാൻ അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടില്ല. പുറത്തിറങ്ങിയാണ് നാളെ അടുത്തുള്ള പരിപാടിയാ. എന്നെ കെട്ടിയത് തെറ്റ് മാത്രമായിട്ട് അനിയൻ ചെയ്തിട്ടുള്ളൂ. നീ കാരണമല്ലയോ മരിച്ചത്. ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കലക്ടർ മുമ്പാകെ കോഡൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററും സംയുക്തമായി സമർപ്പിക്കുന്നു. സർ, സമൂഹത്തിൽ അത്രമേൽ ഇഴകിച്ചേർന്ന് പ്രവർത്തിക്കുന്നവരായ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്ന നിലയിൽ സമൂഹത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നവരും മാറ്റി നിർത്തപ്പെട്ടവരുമായ ഒരു വിഭാഗം ആളുകളാണ് വിധവകളും വിവാഹമോചിതകളും. അവർ അനുഭവിക്കുന്ന വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ഒറ്റപ്പെടുത്തലുകളെയും പരിപൂർണമായി പഠിച്ച് മനസ്സിലാക്കി കോഡൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററും അവർക്കു വേണ്ടി അവരോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറ്റിയെടുക്കാൻ വേണ്ടി അവരുടെ സാമൂഹ്യ പദവി ഉയർത്തുന്നതിനായി ഉണരാം ഉയർത്താം എന്ന ഈ പ്രൊജക്ട് ഞങ്ങൾ തയ്യാറാക്കുന്നു. ഇന്ന് വിധവകൾ സമൂഹത്തിൽ ഏറെ ഒറ്റപ്പെടുത്തലുകൾക്കും അവഗണനകൾക്കും വിധേയരാവുന്നവരാണ്. താൻ ജീവൻ തുല്യം സ്നേഹിച്ചിരുന്ന തന്റെ ഭർത്താവ് വിധിയാൽ മരണപ്പെട്ടാലും പിന്നീട് ആ മരണത്തിന്റെ ഉത്തരവാദിയായിട്ടാണ് സമൂഹം അവളെ കാണുന്നത്. ഒരു പുരുഷനെ തന്റെ ഭാര്യ മരണപ്പെട്ടാൽ മറ്റൊരു വിവാഹം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ സമൂഹം ഒരു സ്ത്രീയുടെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ അതിനെ എന്തോ ഒരു അപരാധമായി കാണുന്നു. സഹിച്ചും ക്ഷമിച്ചും
ഒറ്റപ്പെട്ടും ജീവിക്കുന്ന ഇവരെ ചില നല്ല മനുഷ്യർ അവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് അവരെ ഒന്ന് സഹായിച്ചാൽ പിന്നീട് ആ സഹായിച്ചവനെയും അവളെയും ചേർത്താണ് നാട്ടുകാരും വീട്ടുകാരും കഥകൾ കെട്ടിച്ചമക്കുന്നത്. കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും അവളെ വേട്ടയാടുമ്പോൾ സ്വയം നശിക്കാൻ അവൾ തൂക്കുകയർ വരെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നതും ഞങ്ങൾ കണ്ടറിഞ്ഞു. ആയതിനാൽ ഈ സമൂഹത്തിന് വിധവകളോടുള്ള കാഴ്ചപ്പാടുകളിൽ മാറ്റം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഈ പ്രൊജക്ടിന്റെ ഉദ്ദേശലക്ഷ്യം ഒരു സാധാരണ സ്ത്രീയെ പോലെ ഒരു വിധവയും സമൂഹത്തിൽ സ്വാതന്ത്ര്യത്തോടെ മനസ്സമാധാനത്തോടെ ജീവിച്ചു പോവാൻ അവകാശപ്പെട്ടവളാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തലാണ്. അതിനായി ഈ ഒരു പദ്ധതി ഉപകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പല സാമൂഹിക ഇടപെടലുകളാൽ വിപ്ലവം തീർത്ത പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ഈ മണ്ണിൽ നിന്നാവട്ടെ ഈ പോരാട്ടത്തിനും തുടക്കം കുറിക്കേണ്ടത്.